അപ്പോ ജോബ് കിട്ടുന്ന സമയത്ത് എന്തൊക്കെ പ്രസന്റ്ലി നമ്മള് എടുക്കണം എന്നുള്ള കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയായിരുന്നു. എന്തൊക്കെ ലേൺ ചെയ്യണം, ലൈഫ് സ്കിൽ എന്തൊക്കെ പഠിക്കണം, സേവിങ്സ് പഠിക്കാം അല്ലെ, വളരെ ജസ്റ്റ് പോലെ സ്വിമ്മിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്വിമ്മിംഗ്, അതേപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല, എന്തൊക്കെ പഠിക്കണം. സോ ഇഫ് യു ആർ ഇൻ യുവർ 20s, നിങ്ങൾക്ക് ഉടൻ തന്നെ ജോലി കിട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം? എന്റെ കൂടെ ഒരു കൺസേൺ ആയിട്ടുള്ള ഒരാളുണ്ട്, നമുക്ക് ആളെ പരിചയപ്പെടാം. എന്റെ പേര് ബിജോ എന്നാണ്. ഞാനൊരു പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ആലുവയിൽ എന്റെ ഓഫീസ്. പ്രധാനമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് നമ്മുടെ ലീഗൽ ആൻഡ് സിവിക് ലിറ്ററസി, അതുപോലെ ഇൻഷുറൻസ്, ടാക്സേഷൻ, മെന്റൽ ഹെൽത്ത്, അതുപോലെ ഇമോഷണൽ ബാലൻസ് അവയർനെസ്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പൊ അതിൽ എന്റെ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആൻഡ് ടാക്സേഷൻ, ഒരു പരിധിവരെ ലീഗൽ ആൻഡ് സിവിക് ലിറ്ററസി എന്ന് പറയുന്ന ആ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോ നമ്മളുടെ അടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന വളരെ യങ് ആയിട്ട് വളരെയധികം ഇൻകം ഏൺ ചെയ്യുന്ന ആളുകൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഇൻഷുറൻസിന്റെ ആവശ്യകതയെ പറ്റി, അപ്പൊ നമ്മൾ ഇൻഷുറൻസിനെ പറ്റി ചോദിക്കുമ്പോൾ ഒരു പറയും ന്യൂ റെജിമിൽ എന്തിനാ ഇൻഷുറൻസ്, നമുക്ക് ഇൻഷുറൻസിന്റെ. പക്ഷെ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും യങ്ങർ ഏജിൽ മുതൽ നമ്മൾ അക്വയർ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും. ബാക്കി എന്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ നമ്മള് ഹെൽത്തിന് എപ്പോഴാണ് പ്രശ്നം വരണമെന്നുള്ളതും ഇന്നത്തെ നിലയ്ക്ക് ഈ മെഡിക്കൽ ഫെസിലിറ്റീസ് എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പൊ അതിനെ കവർ ചെയ്യാൻ പാകത്തിന് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവന്റെ ജീവിതം അവിടെ കൊണ്ട് അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോ ഒരു 40 ഇൻഷുറൻസ് എടുക്കാൻ നിന്നാൽ നമ്മുടെ പണി വാളും, 30 പറയണ്ട. സോ ആ ഒരു നല്ല ടൈം എന്ന് പറഞ്ഞാൽ 20s എടുക്കുന്നതാണ്, വെൻ യു ഗെറ്റ് എ ജോബ്, റൈറ്റ്? യെസ്. അത് മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ടാണല്ലോ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ നമ്മൾ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് അതിനുവേണ്ടി ഒരു ബജറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു ആഡിക്വേറ്റ് ഫിഗർ അതിന് മാറ്റാം. അതൊന്ന്. രണ്ടാമത്തെ ടേം ഇൻഷുറൻസ്. അതായത് വൺസ് നമ്മൾ ഒരു കല്യാണമൊക്കെ കഴിച്ച് നമുക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മളുടെ ഓഫ് സ്പ്രിങ്സ്, നമ്മളുടെ സ്പൗസ്, അവരുടെ ഒരു സെക്യൂരിറ്റി. നാളെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർക്ക് വേണ്ട ഒരു എമൗണ്ട് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസുകളിൽ നമുക്കത് വളരെ കുറഞ്ഞ ലെവലിലാണ് കിട്ടുള്ളൂ. അപ്പൊ ടേം ഇൻഷുറൻസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ യങ്ങർ ഏജിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പ്രീമിയത്തിന് നമുക്ക് വലിയൊരു തുകയുടെ ഇൻഷുറൻസ് കവർ കിട്ടും. അതായത് ഞാൻ നോക്കിയപ്പോ ഒരു 20 yearsൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഫോർ ദ പ്രീമിയം ഇസ് ലൈക്ക് 500 രൂപയ്ക്കാണെങ്കിൽ 2 crore ഒക്കെ വരെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും അല്ലെ, ഇഫ് യു ആർ നോട്ട് എ ലൈഫ്. വെറുതെ നമ്മുടെ ഡേ ടു ഡേ പെറ്റി എക്സ്പെൻസസിന് ചെലവാക്കണം അത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹ്യൂജ് എമൗണ്ടിന്റെ ഒരു ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 30 നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പ്രീമിയം വളരെ വലുതായിരിക്കും. അതെ. അത് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്തോറും നമുക്ക് കവറേജ് കുറയുകയും ചെയ്യും. മീൻസ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്ന എമൗണ്ട് കുറയുകയും ചെയ്യും, പ്രീമിയം കൂടുകയും ചെയ്യും. ഈ ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും കൃത്യമായിട്ട് എടുക്കുക. അതൊന്ന്. പിന്നെ ലീഗൽ ആൻഡ് സിവിക് സെൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു എഫ്ഐആർ ഇടാൻ അറിയില്ല. ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, തമ്മിൽ തല്ലേണ്ട കാര്യമില്ല. നമുക്കൊരു വണ്ടി തട്ടിക്കഴിഞ്ഞാൽ വഴി കിടന്ന് തമ്മിൽ തല്ലേണ്ട ആവശ്യമില്ല. അതിന് നിയമപരമായിട്ട് നമുക്ക് പോകാവുന്ന റെമഡീസ് ഉണ്ട്. നമ്മൾ അവിടെ നമുക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ചെയ്യണമെന്ന് അറിയില്ല. അതുപോലെ ഇനിയിപ്പോ ഫൈനലായിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അതും നമ്മൾ ഏറ്റവും കൂടുതൽ ചില്ല് ചെയ്താണ് നടക്കുന്ന ഒരു സമയമായിരിക്കും ജോലി കിട്ടുമ്പോൾ. അപ്പൊ എങ്ങനെ ചില്ല് ചെയ്ത് ഒരു എമൗണ്ട് നമുക്ക് മാറ്റിവെക്കാം? സ്റ്റാർട്ടിങ് എത്ര, വാട്ട് ടു ഡു? തീർച്ചയായിട്ടും. അതായത് നമ്മൾ എപ്പോ ഏൺ ചെയ്ത് തുടങ്ങണോ അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ പാരന്റ്സിന്റെ ഒക്കെ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ഉള്ള എമൗണ്ട് സേവ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. പുതിയതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പൈ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരു പോർഷൻ ഇൻവെസ്റ്റ്മെന്റിന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ റിസ്ക് എടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഉണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അല്ല നമ്മൾ റിസ്ക് എടുക്കാൻ റെഡി അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള FD ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ചിട്ടി വിളിച്ചെടുത്ത് നമുക്ക് ഒരു ലോണിന് പകരം ഉപയോഗിക്കാവുന്ന സാധനമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒരുമാതിരി ഒന്ന് സേഫ് ആയിട്ട് പോകുമല്ലേ, പിന്നീട് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. പാർട്ട് ഓഫ് ദ കരിക്കുലം ആക്കണം. അതായത് ഇതുകൂടി ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് ഏറ്റവും നല്ല കാര്യം. അടിപൊളി. ജസ്റ്റ് ഇന്ന് തന്നെ നമുക്കൊരു 1000 രൂപയുടെ SIP അങ്ങോട്ട് തുടങ്ങാം. ഞാൻ തുടങ്ങാൻ പോണ്. സത്യം എനിക്കിതിപ്പോ തുടങ്ങാൻ തോന്നുന്ന കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ എന്റെ എത്ര പൈസ ഉണ്ടോ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. 20 വർഷത്തിന് ശേഷം ജസ്റ്റിന്റെ ഉണ്ടാവും 10 ലക്ഷം. പക്ഷെ ഏറ്റവും വലിയ കോമഡി ആഫ്റ്റർ 20 years ആഫ്റ്റർ ഇൻഫ്ലേഷൻ എന്തായിരിക്കും ഈ ഒരു 10 lakhന്റെ വില എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം.
ഇന്ന് തന്നെ തുടങ്ങാട്ടെ മറിയ. നമ്മൾ നേരത്തെ തുടങ്ങേണ്ടിയിരിക്കുന്നുണ്ട് ഗൈസ്. നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. നമ്മള് ആൾക്കാർ ഈ പറഞ്ഞ വീട്ടിലൊക്കെ ആണെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് കല്യാണം എപ്പോഴാന്നൊക്കെ ആൾക്കാർ പെട്ടെന്ന് തന്നെ ചോദിക്കും. എന്റെ പൊന്നോ, ഇതായിരിക്കും ഏറ്റവും വലിയ ചോദ്യം. പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ ഇൻവെസ്റ്റിംഗ് ആണ്, സേവിങ്, ഇൻവെസ്റ്റിംഗ്, അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, ഇതിനെ കുറിച്ചൊന്നും ആരും സമ്മതിക്കത്തില്ല, സംസാരിക്കത്തില്ല. ഞാനൊക്കെ ഈ ആൾക്കാരൊക്കെ നമ്മളോട് വന്നിട്ട് എപ്പോഴാ കല്യാണം ചോദിക്കുന്നതിന് പകരം മോളെ സേവിങ്സ് ആയോ, ഇൻഷുറൻസ് എടുത്തോ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു, ഫ്ലാറ്റ് വാങ്ങിച്ചോ, ഇതൊന്നും അല്ലല്ലോ അവർ ചോദിച്ചത്. ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. സത്യം, എന്റെ ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ലീഗൽ സൈഡിലാണെങ്കിലും ഈ പറഞ്ഞ ഇൻവെസ്റ്റിംഗ് ആണെങ്കിലും സേവിംഗ് ആണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു.